ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് അങ്കമാലി മാങ്ങാക്കറിയാണ്. അതിലേക്ക് ഒരു 2 വലിയ ഉള്ളി അത്യാവശ്യം സ്ലൈസ് ചെയ്തത്, ഇതിലേക്ക് നമ്മൾക്ക് 4 പച്ചമുളക് നടുവേ കീറിയത് ഇട്ട് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞ് ഒരു കഷ്ണം ഇഞ്ചി, അതും ചെറുതായിട്ട് കട്ട് ചെയ്തത്, അത്ര ചെറുതൊന്നും വേണ്ട, അത്യാവശ്യം വലുതായിരുന്നോട്ടെ, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതാണ് മഞ്ഞൾപ്പൊടി. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾക്ക് മല്ലിപ്പൊടിയാണ് ചേർക്കേണ്ടത്. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി നമ്മൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി 1 സ്പൂൺ മുളക് പൊടി കൂടി, അതായത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി നമ്മൾക്ക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്തത് കൊണ്ട് മുളക് പൊടി കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല. ഇനി അല്പം വിനാഗിരി കൂടി നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തു കേട്ടോ. ഇനി നമ്മൾക്കിതിലേക്ക് വെളിച്ചെണ്ണ, 1 സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് വൃത്തിയായിട്ട് കൈ കഴുകിയ ശേഷം നമ്മൾക്ക് ഇത് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കാം. നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾക്ക് അരിഞ്ഞു വെച്ച മാങ്ങ, ഞാനൊരു 2 മാങ്ങയാണ് തൊലിയെല്ലാം കളഞ്ഞ് അരിഞ്ഞു വെച്ചത്, അത് ഇതിലേക്ക് നമ്മൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചേർത്ത് കൊടുത്ത ശേഷം ഈ മാങ്ങയും ഈ ഒരു കൂട്ടും കൂടിയിട്ട് നന്നായിട്ട് കൈകൊണ്ട് തന്നെ തിരുമ്മി, ഏകദേശം ഒരു 3-4 മിനിറ്റോളം തിരുമ്മി അങ്ങനെ സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് വയ്ക്കാം. അതിൽ കൂടുതൽ ഇരുന്നാലും കുഴപ്പമില്ല, ഏകദേശം മിനിമം ഒരു 10 മിനിറ്റോളം വെച്ചാൽ മതി. ഇനി അതിന് ശേഷം നമ്മൾക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. അപ്പോൾ ഞാൻ ഇതിനായിട്ടിവിടെ 1 തേങ്ങയാണ് തേങ്ങാപ്പാൽ ചേർക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇത് 3-ാം പാലും 4-ാം പാലുമാണ്. ഈ ഒരു തേങ്ങാപ്പാലിലാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കുന്നത്. തേങ്ങാപ്പാലൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾക്ക് അടുപ്പിലേക്ക് വയ്ക്കാം. ഏകദേശം ഒരു 5-6 മിനിറ്റിനകത്ത് നമ്മൾക്ക് ഈ മാങ്ങ വെന്ത് കിട്ടും. അതിനുശേഷം നമ്മൾക്ക് 1-ാമത്തെ പാല് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചേർത്ത് കൊടുത്ത് തിളയ്ക്കരുത്, ചെറിയ രീതിയിൽ തിള വന്നാൽ മതി. അതിനുശേഷം നമ്മൾക്ക് കടുക് വറുക്കാം. എണ്ണ ഒഴിച്ചു, അതിലേക്ക് ഉലുവയിട്ടു. നമ്മൾ കടുക് ഇതിലേക്ക് യൂസ് ചെയ്യുന്നില്ല, ഉലുവയിട്ട് കൊടുത്തു. ഇനി അതിലേക്ക് നമ്മൾ ചെറിയുള്ളി പീസാക്കിയതും ഒരു 4 ചുവന്ന മുളകും കൂടി ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കിയ ശേഷം പാകമാവുന്നത് വരെ ഒന്ന് ഇളക്കിയ ശേഷം നമ്മൾക്ക് കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 10 മിനിറ്റോളം കടുക് വറുത്തതിന് ശേഷം ഏകദേശം ഒരു 10 മിനിറ്റോളം കറി ഇളക്കരുത്, അങ്ങനെ തന്നെ നമ്മൾ അടച്ചു വെക്കണം. അപ്പോഴാണ് ഈ കടുക് വറുത്ത അതിൻ്റെ ആ രസങ്ങളെല്ലാം അതിലേക്ക് ഇറങ്ങിപ്പോകുന്നത്. വളരെ സിമ്പിളാണ് അങ്കമാലി മാങ്ങാക്കറി. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.